ചന്ദ്രനിൽ ഗ്രാവിറ്റി കുറവായിരിക്കുമെന്നല്ലേ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ചാടിച്ചാടി നടക്കുമത്രേ. നിങ്ങൾ എന്തിനാ ചാടിച്ചാടി നടക്കുന്നത്? ചന്ദ്രോപരിതലത്തിൽ ഗ്രാവിറ്റി കുറവായിരിക്കും, അതുകൊണ്ടാ ഞാൻ വായുവിൽ തുള്ളിച്ചാടുന്നത്. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ തുള്ളിച്ചാടാത്തത്? അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വരും. തിരിച്ചു ഭൂമിയിലേക്കോ? അതൊന്നും നടക്കില്ലേട്ടാ. അതെ, ഞാൻ ചാടിക്കളി കണ്ടില്ലേ? കണ്ടില്ലേ? കണ്ട, ഞങ്ങൾ എല്ലാവരും തുള്ളി കളിക്കുകയാണ്. നോക്ക്, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ചന്ദ്രനിലേക്ക് വരുന്നത്, അതുകൊണ്ടാ കുറച്ച് സമയം എടുത്തത്. അല്ല, ഇത് നമ്മുടെ ഫണ്ടൂഷ് നഗറിലെ ഗോപാലനാണല്ലോ. എടോ ഗോപാല, താനെന്താ ഇവിടെ? എന്റെ അമ്മാവാ, ഞാൻ ദിവസവും ഇവിടെ വരാറുണ്ടല്ലോ പശുവിനെ മേയ്ക്കാൻ. ഇവിടെ ധാരാളം പുല്ലുണ്ടല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ നിനക്കും നിന്റെ പശുക്കൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശ്വസിക്കാൻ പ്രശ്നമോ? എല്ലായിടത്തും ഒരല്പം മലിനീകരണമൊക്കെ ഉണ്ടാവുമല്ലോ വല്ല സാറേ. അതൊക്കെ ഇപ്പൊ ശീലമായി പോയി. അല്ല, നിങ്ങൾ എങ്ങനെ ദിവസം ഇങ്ങോട്ട് വന്നത്? ചിലപ്പോ ഒരു മാസത്തേക്കുള്ള പാസ് എടുത്തിട്ടുണ്ടാവൂലേ? അതിന് ഈ സ്ഥലം അത്ര ദൂരത്തൊന്നും അല്ലല്ലോ. അവിടെ നോക്ക്, ഇവിടെ നിന്ന് നോക്കിയാലും ഫണ്ടൂസ് നഗർ കാണാൻ പറ്റും. അത് ശരിയാ, ഇവിടെ നിന്ന് നമ്മുടെ ഫണ്ടൂസ് നഗറൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതം തോന്നുന്നു. പക്ഷേ നിങ്ങളുടെ തലയിൽ എന്തിനാ? അതെ, എല്ലാവരും വരൂ. നമ്മളുടെ പക്കൽ ലിമിറ്റഡ് റൂമേ ഉള്ളൂ. ആദ്യം വരുന്നവർക്ക് നല്ല റൂം കിട്ടുള്ളൂ. ഇനി ചന്ദ്രൻ മാമൻ. മുകളിലുണ്ട് അമ്പിളി മാമൻ, പിന്നെ താഴെയുള്ളതോ നിന്റെ മണ്ടൻ മാമൻ. യെസ്, അപ്പൊ പാസ്വേഡ് മണ്ടൻ മാമൻ. MANDANMAMA. വല്ല സാറേ, നിങ്ങൾ ഇതാ ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് തരാനുള്ള ബാക്കി അങ്ങ് തന്നേക്ക്. അതിനെന്താ, തരാമല്ലോ. നിൽക്കൂ, ഈ ചന്ദ്രൻ മാമന് പണം കൊടുത്തേക്കരുത്. ഇയാൾ കൊടും ചതിയനാണ്. എന്റെ അനന്തരവാ, നീ റോക്കറ്റിനകത്തുണ്ടായിരുന്നോ? ഇയാള് പറഞ്ഞത് നീ ചന്ദ്രനിലേക്ക് പോയി എന്നാണല്ലോ. ഇനി ഇവിടെ നിന്ന തല പോകുന്ന തോന്നണേ. ഈ ചന്ദ്രൻ കള്ളമാമൻ നമുക്ക് ചന്ദ്രൻ ഒറ്റമുറി ശരിയാക്കാതെ ഓടി രക്ഷപ്പെടുകയാണല്ലോ. അവരെ പിടിക്കവരെ. അമ്മവാ, ഇവിടെ വന്ന ആരെങ്കിലും കരിഞ്ഞ സമോസ ചോദിച്ചാ ഞങ്ങൾക്ക് ഈ ചുവന്ന തൂവാല കാണിച്ച് സിഗ്നൽ തരണം. എന്റെ പൊന്നുമോനെ, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. വേഗം ചെന്ന് ഒളിച്ചിരുന്നു. അതെ ചേട്ടാ, നല്ല 4 കരിഞ്ഞ സമൂസ എടുത്തേ. സാറേ, ഞാൻ ചെന്ന് നല്ല സ്വാദുള്ള മൊരിഞ്ഞ സമൂസ എടുത്തോണ്ട് വരാം കേട്ടോ. നല്ലത് വേണ്ട, കരിഞ്ഞത് മാത്രം മതി. എന്റെ സാറേ, ഞങ്ങൾ ഒരിക്കലും കസ്റ്റമേഴ്സിന് കരിഞ്ഞ സമൂസ നൽകാറില്ല. ഓ, എന്ത് കഷ്ടമായത്. ഇത് ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ഡോഗിക്ക് കരിഞ്ഞ സമൂസയാണ് കൂടുതൽ ഇഷ്ടം. അയ്യോ, ഈ തൂവാല എവിടെ പോയോ എന്തോ. തൂവാലയിലല്ല, പേപ്പറിൽ പൊതിഞ്ഞെടുത്താ മതി. പക്ഷെ തൂവാല എന്റെ അനന്തരവൻ സൂചന കൊടുക്കാൻ വേണ്ടി ഞാനല്ല അവരോട് പറഞ്ഞു. തേങ്ങാക്കൊല ഒലക്കയുടെ മൂട്. ജിലേബി മനുഷ്യന് കഴിക്കാനുള്ളതാ, അല്ലാതെ എറിയാനുള്ളതല്ല. എന്റെ മേക്കപ്പ് മുഴുവൻ നശിപ്പിച്ചല്ലോ. മോനെ, എന്റെ തൂവാല ഇതാ കിട്ടിപ്പോയി. സോറി. തലതാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മുടെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അനന്തരവനും അമ്മാവനും കൂടെ ഒരു സമൂസ കളി കളിച്ചത്. വിഷമിക്കണ്ടെന്നേ, ഒന്നുമില്ലേലും നമുക്കതിലെ ടേസ്റ്റിയ ജിലേബി കഴിക്കാമല്ലോ. ജിലേബി ഇതാ പിടിച്ചോ. എടാ ടോൽക്കി, നമുക്ക് ശരിക്കും ലോട്ടറി അടിച്ചടാ. എന്റെ ചേട്ടാ, സമയം കളയണ്ട. അതാ നോക്കേ, പണപ്പെട്ടി.
അയ്യോ, ഇതിൽ താക്കോലില്ലല്ലോ. പേപ്പർ മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. LION, ലയൺ. LION. എടാ ടോൽക്കി, ഇത് തുറക്കുന്ന ശബ്ദം കേട്ടു. എന്നിട്ട് ഈ പണപ്പെട്ടി തുറക്കാൻ പറ്റുന്നില്ലല്ലോടാ. എന്റെ ചേട്ടാ, ഈ പെട്ടി എന്താ തുറക്കാൻ പറ്റാത്തത്? ഞാനൊന്ന് നോക്കട്ടെ. തങ്കാട്ടോൾക്കി അങ്കിൾ, എന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടോ? ആ കള്ളനോടി രക്ഷപ്പെട്ടല്ലോ. എടാ കൊച്ചേർക്ക, എന്തിനാ അവന്റെ മേൽ പൗഡർ ഇട്ട് മേക്കപ്പ് ചെയ്തു കൊടുത്തത്? എടാ പറ. അയ്യോ പോലീസ് മാഡം, അത് മേക്കപ്പിന്റെ പൗഡർ അല്ല, ഇത് ചൊറിയും പൗഡറാ. അരമണിക്കൂർ കഴിയുമ്പോ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. മാഡത്തിന്റെ കയ്യിലും എണ്ണ, ബെല്ലാങ്കളുടെ കയ്യിലും എണ്ണ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. കള്ളൻ പിടിക്കപ്പെട്ടു എന്ന് തന്നെ കരുതിക്കോളൂ. എന്ത് പിടിക്കപ്പെട്ടെന്നോ? അനന്തരവ ആ കള്ളൻ ഓടി രക്ഷപ്പെട്ടത് ആ കണ്ടില്ലേ? കള്ളൻ ഓടിപ്പോയ വഴിയുണ്ടല്ലോ, അത് നേരെ ഗോതയിലെത്തി നിർത്താ. കള്ളനെ നമുക്ക് അവിടെ വെച്ച് പൂട്ടാം. കൂട്ടുകാരെ, ഇദ്ദേഹമാണ് ഫയൽവാൻ സുൽത്താൻ. ഇയാളാ മസ്കൂത്ത് ഫയൽവാനേക്കാളും ശക്തനെന്നാ തോന്നണത്. എടോ, തന്നെ കാണുമ്പോ എനിക്ക് എന്റെ വീട്ടിലെ ഉറുമ്പിനെ ഓർമ്മ വരുന്നത്. നിന്നെ കയ്യിലിട്ട് ഞെരിച്ചെടുക്കും ഞാൻ. നിങ്ങളുടെ വീട്ടിൽ ഉറുമ്പുണ്ടെങ്കിലേ വേഗം പെസ്റ്റ് കൺട്രോൾ ചെയ്യിക്കണോട്ടോ. എല്ലാ ഉറുമ്പും ചത്തുവെക്കോളും. നിന്നെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ എനിക്ക് 1 സെക്കൻഡ് മാത്രം മതി. എടോ, നിന്നെ ഇല്ലാതാക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ നിനക്ക് സ്വയം എനിക്ക് ഓടി രക്ഷപ്പെടാം. വേണ്ട. നമ്മുടെ ശക്തിനാൽ സുൽത്താനെ പാഞ്ഞു കിട്ടത് കണ്ടല്ലേ? ഇനി ഈ ഫണ്ടൂസ് നഗറിൽ ഏതെങ്കിലും ഒരു ഫയൽവാനുണ്ടോ? ഈ ശക്തിനാലിനോട് ഏറ്റുപിടി ജയിക്കാൻ ആരാണുള്ളത്? എടോ, മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത്, നീയാണോ എന്നോട് മത്സരിക്കാൻ പോകുന്നത്? എന്റെ അമ്മാവ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നീ ജീവിതത്തിൽ എന്തെങ്കിലും കുസ്തിക്ക് പങ്കെടുത്തിട്ടുണ്ടോ? നിന്റെ കയ്യോ കാലോ ഒടിഞ്ഞാലും ശരി, നാളെ നിനക്ക് ഞാൻ ലീവ് തരുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ ബല്ല സാറേ, ഇത് നമ്മുടെ ഫണ്ടൂഷ് നഗറിന്റെ അഭിമാന പ്രശ്നമാണെന്ന് ഓർക്കണം. അയ്യോ, ഞാൻ ഈ തടിമാടനെ വെല്ലുവിളിക്കാൻ പാടില്ലായിരുന്നു. അയ്യോ, ഇങ്ങനെ പേടിക്കല്ലേ മാമ. ഒരു 5 മിനിറ്റ് നേരം ഇയാളുടെ മുന്നിൽ പിടിച്ചിരുന്നാ മതി. അത് കഴിഞ്ഞാൽ ചൊറിയും പൗഡർ പണി തുടങ്ങിക്കോളും. ഈ എണ്ണ പുരട്ടും കള്ളൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ അമ്മാവ, ഓൾ ദി ബെസ്റ്റ്. ഇയാൾ ചൊറിയാൻ തുടങ്ങിയല്ലോ. ശരീരത്തിൽ എണ്ണമയം ഉണ്ട്, അതും മുല്ലപ്പൂവിന്റെ വേണം. ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ച കള്ളൻ. ഒന്ന് നിക്ക, ഞാൻ കുറച്ചു നേരം ഒന്ന് ചൊറിഞ്ഞോട്ടെ. അമ്മാവാ, ഈ ശക്തിലാൽ തന്നെയാണ് ബല
മോഷ്ടിച്ചത്. ഇയാളെ പുറത്തേക്ക് വലിച്ചെറിയൂ. എന്തോ ഒന്ന് നിൽക്കടാ കള്ളൻ ഗുസ്തിക്കാരാ. ഇന്നത്തെ വിജയായിരിക്കുന്നത് ഒന്നാമൻ. എന്റെ സൂട്ട് കേസ് തിരിച്ചതാണോ? ഓ, അവസാനം നീ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ വഴുതും കള്ള. ഇല്ല മാഡം, അകപ്പെടില്ല ഞാൻ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ അകപ്പെടില്ല. ഈ ടേബിളിന്റെ അടിയില് ആരും കാണണല്ലോ. ഇത്തവണ അനന്തരവൻ പറഞ്ഞ കാര്യം എങ്ങനെ തെറ്റിപ്പോയി? അതെ മിമിക്രി സാറേ, കുറച്ച് വെള്ളം തരാമോ? എന്നാ ഞാൻ പോയിട്ട് വരാം. അതെ അനന്തരവാ, ഞാൻ എല്ലാം വ്യക്തമായിട്ട് പരിശോധിച്ചു നോക്കി. ടേബിളിന്റെ പുറകിൽ ഒളിച്ചാരും തന്നെ വന്നിട്ടില്ല. എന്നിട്ട് എങ്ങനെയാ ടേബിളിന്റെ കാല് ഒടിഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ആ ചങ്കയെ വിളിച്ചിട്ടുണ്ട്. അയാൾ ഒരു പുതിയ ടേബിൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമായിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം മിമിക്രി അങ്കിൾ. എന്താ കാര്യം കണ്ടുപിടിക്കാം. ഞാൻ വരാൻ താമസിച്ചില്ലല്ലോ മിമിക്രി ചേട്ടാ. ഇത്ര പെട്ടെന്ന് താൻ എങ്ങനെ ഇവിടെ വന്നേ? അതുമല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാൻ കണ്ടില്ല. ഞങ്ങളുടെ സർവീസ് അത്രയ്ക്ക് ഫാസ്റ്റ് ആണ് ചേട്ടാ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ സാറേ, ടേബിളിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സാറിന് പുതിയ ടേബിൾ തരാമെന്ന്. ടേബിൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പഴയ ടേബിൾ കൊണ്ടുപോവുകയാണേ. വെറും ടേബിൾ ആണെങ്കിലും എന്തോ കിലുക്കം കേൾക്കുന്നുണ്ടല്ലോ. എന്തോ പന്തികേടുണ്ട്. അമ്മാവ ആ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്തേ. അപ്പൊ ഇവര് കോട്ടിനകത്ത് ഒളിച്ചിരിക്കായിരുന്നു. അതെ ചങ്ക, നമ്മുടെ രഹസ്യങ്ങൾ അവര് മനസ്സിലാക്കി. എടാ ഡങ്ക, വേഗം വണ്ടി എടുക്കാൻ പറഞ്ഞില്ലേ? അമ്മാവ സ്കൂട്ടറും കൊണ്ട് ലെഫ്റ്റിലേക്ക് എന്തിനാ പോകുന്നേ? ട്രക്ക് റൈറ്റിലേക്കാ പോകുന്നത്. അത് പിന്നെ അനന്തരവാ, ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നേ ഇല്ല. ഇത് തന്നെത്താനങ്ങ് മുന്നോട്ട് പോവുകയാണ്. എന്താ ചെയ്യാ? അയ്യോ അമ്മാവ, സ്കൂട്ടർ ടേബിളിന്റെ മുകളിലാണല്ലോ.